ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് എൻ്റെ ക്ലോത്ത്സ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. അതായത് ഞാൻ എൻ്റെ ക്ലോത്ത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്തിന് ഫോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് മടിയുള്ള ടൈപ്പ് പേഴ്സണാണ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരു സെറ്റ് ഓഫ് ക്ലോത്ത് ആവട്ടെ എന്നിട്ട് മടക്കാം എന്ന മാതിരി ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ കുത്തിയിരുന്ന് മൊത്തം ക്ലോത്ത്സും കൂടെ മടക്കി വെക്കും. അങ്ങനെ ഒരു ഹാബിറ്റാണ് എനിക്കുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ ക്ലോത്ത്സിൻ്റെ സ്ഥിതി എന്താണെന്ന് കാണിച്ചു തരാം. ഇത്രയും മാത്രമല്ല, കുറച്ച് ക്ലോത്ത് മേലെ നിന്ന് എടുത്തിട്ട് വരാനും കൂടെ ഉണ്ട്. സോ ഇപ്പോഴത്തേക്ക് ഇത് മാത്രമാണ് ഞാൻ ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയും കൂടെ ഉണ്ട്. ഇതെല്ലാം ചേർന്ന് ഒന്നിച്ചിരുന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഫോൾഡ് ചെയ്യണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ചെയ്യാനുള്ളൊരു സമയം സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ ഇന്ന് വിചാരിച്ചു, എന്തായാലും ഞാൻ ഈ അത്ര ക്ലോത്ത്സും ഫോൾഡ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 12:15 എന്തായാലും ഞാനൊരു 10 മിനിറ്റ്സ്, ആ 10 മിനിറ്റ്സിനുള്ളിൽ മൊത്തം ക്ലോത്തും ഇന്ന് ഫോൾഡ് ചെയ്ത് തീർക്കും. ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല സമയത്തായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും, നെക്സ്റ്റ് ടൈം തൊട്ടിട്ട് ഇങ്ങനെയല്ല, നെക്സ്റ്റ് ടൈം തൊട്ട് പക്ക കറക്റ്റ് സമയത്ത് ഞാൻ ഈ ക്ലോത്ത്സ് അത്രയും ഫോൾഡ് ചെയ്യുന്നു. പക്ഷേ ദെൻ എഗെയിൻ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ 10 to 15 മിനിറ്റ്സിനിടയിൽ മൊത്തം ക്ലോത്ത്സും ഫോൾഡ് ചെയ്ത് തീർക്കാനാണ് എൻ്റെ പ്ലാൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയിൽ മേടിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് അത് ഭയങ്കര പ്രശ്നമാണല്ലോ. ഓൺലൈനിൽ നമുക്ക് മേടിക്കാമെന്നുള്ളത് കൊണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു മോഡൽ ഡ്രസ്സൊക്കെ വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ഈ ഇൻസ്റ്റാ ഫീഡിലും ഫേസ്ബുക്ക് ഫീഡിലും ഇതിലുമൊക്കെ വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഇരുന്ന് ഓർഡർ ചെയ്യും. അത്യാവശ്യം ഡ്രസ്സ് കുറച്ച് കൂടുതലാണെന്ന് തോന്നും. സോ അതുകൊണ്ട് തന്നെ മടക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഡ്രസ്സൊന്നും എടുത്ത് ഇടുന്ന സമയത്ത് ഞാൻ റിയലൈസ് ചെയ്യില്ല ഇത്രയും ക്ലോത്ത്സ് ഫോൾഡ് ചെയ്യേണ്ടി വരുമെന്നേ. ആ റിയലൈസേഷൻ ആ സമയത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ യൂസ് ചെയ്യുമല്ലോ. പക്ഷേ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലോത്ത്സ് ചേഞ്ച് ചെയ്യുന്നൊരു ഹാബിറ്റുണ്ട്. ഞാൻ ഇടയിലിടയിൽ ഇങ്ങനെ എന്താ പറയുക, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാനിങ്ങനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതും ഒരു ഫാക്ടറാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഫോൾഡ് ചെയ്യുന്നതും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അത്യാവശ്യം ഫോൾഡ് ചെയ്യാനുള്ള ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറച്ച് സ്പീഡിൽ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ്സ്, ആ 10 മിനിറ്റ്സിൻ്റെ ഇടയിൽ ഇത് എന്തായാലും ഫിനിഷ് ചെയ്യണം. എൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ സ്റ്റിൽ കുഴപ്പമില്ല, നമ്മൾ ഇനി ഒരു 10 to 15 മിനിറ്റ്സിനിടയിൽ നമ്മളിത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അടുത്ത തിങ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡ്രസ്സ് ഉണ്ട് മടക്കാനായിട്ടെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഡ്രസ്സ് മറ്റേ ഈ റെയിൻ്റെ ഈ മഴ സമയം ഉണ്ടായിരുന്നല്ലോ കുറച്ച് മുന്നേ, ആ സമയത്ത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓഫ് ഡ്രസ്സസ് ആയിരുന്നു. ബിക്കോസ് ഒന്നത് മടക്കുന്നത് ഒരു പ്രശ്നമാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഉണക്കിയെടുക്കുന്നത് ഒരു പ്രശ്നമാണ്. സോ അങ്ങനെ എന്താ പറയുക, ഒരു വെയിലുള്ള ഒരു സമയത്തെ എല്ലാം കൂടെ നനയ്ക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഡ്രസ്സ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. സീനില്ല, വീൽ മാനേജ് കുറച്ചും കൂടെ സ്പീഡാക്കി മടക്കാമെന്ന് വിചാരിക്കുന്നു. ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വരുന്തോറും മടക്കാനുള്ള ഡ്രസ്സ് കൂടിക്കൂടി വരുന്നോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറഞ്ഞു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇപ്പോൾ തന്നെ 12:45 ആയി. ആക്ച്വലി 1 മണി വരെ എത്ര ചെയ്യാൻ പറ്റുമോ അതേ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്നത് ലേറ്റ്. സോ 1 മണിക്കിടയിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം എന്തായാലും 1-നിടയിൽ മടക്കി തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ടൈം ശരിക്കും പറഞ്ഞാൽ 1 മണി ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇനി ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഇനിയും ഇതിൻ്റെ അകത്ത് അത്യാവശ്യമുണ്ട്. സോ ഇന്നെൻ്റെ ടാർഗറ്റ് എന്നെക്കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സമയത്തുള്ള കാര്യം ആ സമയത്ത് തന്നെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയ ബേർഡൻ ഉണ്ടാവില്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ഇത് എന്താ പറയുക, കൊണ്ടുവരുമ്പോൾ തന്നെ ഞാനതങ്ങ് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഒന്നിച്ച് ഫോൾഡ് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കും. അതാണ് എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന കാര്യമാണ് ഇന്നത്തെ കൊണ്ട് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഇത് നല്ലൊരു ലെസൺ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരല്ലോ, ഇത് മൊത്തം ഇനി ഞാൻ അലമാരയ്ക്കൊക്കെ താക്കണ്ടേ. അലമാരയിലാക്കാന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക, സാധാ പോലെ ഫോൾഡ് ചെയ്ത് വെക്കലല്ല ചെയ്യുക. ഞാൻ ഓരോ സ്റ്റോറേജ് ബോക്സസിലാക്കി അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. സോ അതിന് തന്നെ ഇറ്റ് വിൽ ടേക്ക് മേ ബി ഒരു 10 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. ഫോൾഡ് ചെയ്യാൻ 10 മിനിറ്റ്സ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഈ അവസ്ഥ. ഓൾമോസ്റ്റ് ഇപ്പോൾ 45 മിനിറ്റ്സ് ആയി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ലോത്ത്സ് ഫോൾഡായി, ബട്ട് സ്റ്റിൽ ഇനിയും കുറേ കിടപ്പുണ്ട്. സോ എന്തായാലും ഇപ്പോഴത്തെ ടൈം യൂസ് ചെയ്ത് ഈ ഫോൾഡ് ചെയ്ത ക്ലോത്ത്സ് അത്രയും ഞാൻ എന്തായാലും അലമാരയ്ക്കകത്താക്കാം. അതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നടക്കുക. സോ ഇന്നത്തെ ടാർഗറ്റ് ആക്ച്വലി എന്നെക്കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സീനില്ല, നമുക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ. ബാക്കിയുള്ള ക്ലോത്ത്സ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്
മടക്കി വെച്ചിട്ടേ കിടക്കുള്ളൂ എന്ന മാതിരിയാണ് എൻ്റെ മൈൻഡ് സെറ്റ്. സോ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിക്ക് ടൈം ആവും. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.